കെ ഹരിദാസ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പെട്ടെന്ന് ഈ മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യൽ നടത്തുന്നത്. CMRലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിന് പിന്നാലെ അതും ആ ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നത് 24 മണിക്കൂർ തുടർച്ചയായിട്ടാണ്. അതിലൊരു വനിതാ ഉദ്യോഗസ്ഥയും ഉൾപ്പെടുന്നുണ്ട് ഈ ചോദ്യം ചെയ്യലിന് വിധേയയായവരിൽ. അങ്ങനെ വരുമ്പോൾ എങ്ങോട്ടാണ് ഇഡിയുടെ നീക്കം ഇപ്പോൾ പോകുന്നത്? ഏറ്റവും ഒടുവിലായിട്ട് ഇന്ന് പെട്ടെന്നുള്ള ഒരു നീക്കമായിരുന്നുവല്ലോ ശശിധരൻ കർത്തയെ ഇഡി ചോദ്യം ചെയ്യുന്നത്. അതും വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയാണ്. എന്ത് പ്രതീക്ഷിക്കാം ഇതിൽ നിന്ന്? എന്തെങ്കിലും ഇഡി അന്വേഷണം ഈ എക്സാലോജിക്കിലേക്ക് എത്തുമെന്ന് ഇപ്പോൾ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ പ്രതീക്ഷിക്കത്തക്ക തോതിലുള്ള ഒരു പോക്കൊന്നുമായിട്ട് എനിക്കിത് തോന്നുന്നില്ല. എന്ത് ചോദ്യം ചെയ്തത് കൊണ്ട് എന്താണ് മഞ്ജുഷ പ്രയോജനം? ഇവിടെ ആരെയാണ് ചോദ്യം ചെയ്യാത്തത്? ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല. ഇവിടെ ഈ നമ്മുടെ സ്വപ്ന സുരേഷ് എന്ന് പറയുന്നവർ 164 പ്രകാരം മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തിട്ടുള്ളതല്ലേ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളെന്ന്. പിന്നീടല്ലേ പുറത്തു വരുന്നത് മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴി പോലും മാറ്റാൻ പറ്റാം, ഞാൻ അപ്പോഴത്തെ വികാരത്തിൻ്റെ മുകളിൽ കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്നവർക്ക് അവർ പുറത്തുവിട്ട വിവരങ്ങളും അവരെ ചോദ്യം ചെയ്ത് കിട്ടിയ വിവരങ്ങളും വെച്ചിട്ട് ഇവിടുത്തെ ജയിലുകളിലത്തെ 2-3 സെല്ലുകൾ നിറയ്ക്കാനുള്ള ആൾക്കാർ ഇവിടെ പുറത്ത് വെട്ടിവലസി നടക്കുമ്പോൾ ഇന്നിപ്പോൾ ശശിധരൻ കർത്തായെ ചോദ്യം ചെയ്തത് കൊണ്ട് എന്ത് പ്രയോജനം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ മൊത്തത്തിലൊന്ന് കാടിളക്കുന്നുണ്ട്. ആ കാടിളക്കുന്നത് നമുക്ക് പ്രയോജനകരമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരു അച്ഛൻ്റെ ഭരണത്തണലിലൊരു മകള് ചെയ്തിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പണസമ്പാദനത്തിൻ്റെ പേരിൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ 82.5 ലക്ഷം രൂപ ഒരു അഭിഭാഷകന് കൊടുത്ത വിവരം കൂടി ചേർത്ത് വെച്ചിട്ട് വേണം നമ്മളിത് വായിക്കാൻ, നമ്മൾ ഈ ചർച്ച നടത്താൻ വേണ്ടിയിട്ട്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പൊതുമേഖലാ സ്ഥാപനം KSIDC വീണ വിജയനെതിരെ SFI അന്വേഷണം നടക്കട്ടെ, അല്ലെങ്കിൽ ED അന്വേഷണം നടക്കട്ടെ, അതിന് ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് എന്തുപോയി? എന്തുകൊണ്ടാണ് പൊതുമേഖലാ സ്ഥാപനം ഈ കേസ് അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കേരള ഹൈക്കോടതിയിലേക്ക് പോയത്? KSIDCയുടെ കാര്യമാണല്ലോ താങ്കൾ പറയുന്നത്. KSIDC SFIO അന്വേഷണം തടയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം കോടതിയെ സമീപിച്ചവരിൽ KSIDCയും ഉണ്ടായിരുന്നു. അന്വേഷണം നടക്കട്ടെ എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. അവിടെ ഈ KSIDCയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. KSIDCക്ക് ഇതിൽ ഒരു ബന്ധവുമില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു KSIDC ഹൈക്കോടതിയിൽ വാദിച്ചത്. താങ്കൾ പറഞ്ഞു വരുന്നത് ഇതിനു വേണ്ടി ലക്ഷങ്ങളുടെ ചെലവുണ്ടായി എന്നാണല്ലോ. KSIDCക്ക് സ്വന്തമായിട്ട് അഭിഭാഷകരുള്ളതാണ്, അവർക്ക് നിയമോപദേശകർ ഉള്ളതാണ്. അതും കടന്ന് എന്താണ് സംഭവിച്ചത്? ഈ കേസിൽ ഹാജരാകുന്നതിന് വേണ്ടി വക്കീലന്മാരെ കൊണ്ടുവരുന്നത് വഴി എന്ത് ചെലവാണ് ഉണ്ടായത് KSIDCക്ക്? KSIDC എന്ന് പറയുമ്പോൾ സർക്കാരിനുണ്ടായ ചെലവ്. KSIDCക്ക് സർക്കാരിൻ്റെ ചിലവല്ല മഞ്ജുഷേ, അത് നമ്മുടെ ചിലവാണ്. നമ്മുടെ നികുതിപ്പണം കൊണ്ടല്ലേ ഇവിടെ ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളും കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അപ്പോൾ അത് സർക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലവാക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരാണ്. അതിപ്പോൾ നമ്മൾ പറയില്ല, ഇവിടെ പുറമേ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവന്നിട്ട് നാളിതുവരെയും 2ാം പിണറായി വിജയൻ സർക്കാർ 10 കോടി രൂപ ചിലവാക്കിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, വിഷയം അതല്ല. അപ്പോൾ ഇവരെ ഇത് സർക്കാർ ചിലവാക്കി എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ചിലവാക്കി? ഒരു മുഖ്യമന്ത്രിയുടെ മകള് മുഖ്യമന്ത്രിയുടെ അധികാരത്തണലില് അനധികൃതമായിട്ട് പണസമ്പാദനം നടത്തിയതിന് കേസ് വന്നപ്പോൾ ആ കേസ് അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ KSIDCക്ക് ഇതിൽ എന്തു പോയി? അത് ജനങ്ങളുടെ പണം എടുത്തുകൊണ്ട് പുറമേ നിന്നും അഭിഭാഷകരെ കൊണ്ടുവന്നിട്ട് എന്തിനു വാദിപ്പിച്ചു? അതും KSIDC 4.5 ലക്ഷം രൂപ ഇതിനു മുമ്പ് ഇതിൻ്റെ നിയമോപദേശം നൽകാൻ വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ട്. 3.5 ലക്ഷം രൂപ കൊടുത്തിട്ട് അവിടെ ഒരു അഭിഭാഷകനെ നിയമിച്ചിട്ടുണ്ട്. അഭിഭാഷകൻ്റെ പേര് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാനിപ്പോൾ പറയുന്നില്ല. ആ അഭിഭാഷകനെ 3.5 ലക്ഷം രൂപ കൊടുത്തിട്ട് നിയമിച്ചിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം 82 ലക്ഷം രൂപ പൊതുജനങ്ങളുടെ എടുത്തിട്ട് പിണറായി വിജയൻ്റെ മകളുടെ കേസന്വേഷണം നിർത്തിവെക്കണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടേണ്ട കാര്യം എന്താ? അപ്പം മടിയിൽ കനമുണ്ട്, വഴിയിൽ ഭയം വേണം, അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇന്നലെ മോദി കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയ പ്രസ്താവനകൾക്ക് ശേഷം പിണറായി വിജയൻ്റെ പത്രസമ്മേളനം മഞ്ജുഷ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. ഒരു മുഖ്യമന്ത്രിയുടെ ഗൗരവവും കാര്യങ്ങളും എല്ലാ പത്രസമ്മേളനങ്ങളിലും നിലനിർത്തുന്ന അദ്ദേഹം ഇന്നലെ ആ പ്രസരിപ്പൊക്കെ ചോർന്നു പോയ നിലയിലാണ് ഇടയ്ക്ക് വെച്ചിട്ട് ഇനി മതി എന്ന് പറഞ്ഞിട്ട് മൈക്ക് ഓഫ് ചെയ്തതും പോയതൊക്കെ നമുക്ക് കാണുമ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണം തൻ്റെ മകളിലേക്ക് എത്തുകയും അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നുള്ളൊരു ബോധം അദ്ദേഹത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ മഞ്ജുഷ എന്നോട് ചോദിച്ച ചോദ്യത്തിന്, ഈ EDയുടെ അന്വേഷണം കാടിളക്കി വീണ വിജയനിലേക്ക് എത്തുമോ എന്ന ചോദ്യത്തിന്
അത്ര വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ലെങ്കിലും ഈ ഇലക്ഷൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇ ഡി കാണിച്ചു കൂട്ടും. ഇ ഡി ഇപ്പോൾ ശശിധരൻ കർത്തയിലേക്ക് എത്തിയിട്ടുള്ള സമയം വളരെ വൈകിപ്പോയി. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിജിറ്റൽ തെളിവുകളൊക്കെ മാറ്റി കളയാനുള്ള സമയം ഇവർക്കൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ അന്വേഷണം നടക്കുന്നത്. ഈ ശശിധരൻ കർത്തയുടെ വീട്ടിലേക്ക് ഇവർക്ക് എന്നോ പോകാമായിരുന്നു. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ വിഷയം വന്നുകൊണ്ട് ഈ തോമസ് ഐസക്കിനൊരു വീടില്ലേ, ഈ തോമസ് ഐസക്കിനൊരു ഓഫീസില്ലേ, ഈ തോമസ് ഐസക്കിന് എന്തുകൊണ്ട് ഇവർ ഇത്തരത്തിൽ 10ാമത്തെ സമൻസ് ഇഷ്യൂ ചെയ്തു, 8ാമത്തെ സമൻസ് ഇഷ്യൂ ചെയ്തു, എന്തുകൊണ്ട് വീട്ടിൽ പോയി ചോദ്യം ചെയ്യുന്നില്ല? അപ്പോൾ കുറച്ചൊക്കെ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ, ഈ സമൻസൊക്കെ ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ പറയില്ലേ വാർത്താ പ്രാധാന്യത്തിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ലീക്കേജുകൾ സൃഷ്ടിക്കുമ്പോൾ തന്നെ ശശിധരൻ കർത്തയെ കൃത്യം ഒരു 2-3 മാസം മുമ്പ് അദ്ദേഹം ഒരു ഡയറിയിൽ ഞാൻ കൊടുത്ത മാസപ്പടിയുടെ വിവരങ്ങളൊക്കെ പുറത്തുവിട്ടപ്പോൾ പോയിട്ട് അന്വേഷിക്കാൻ ഇ ഡിക്ക് ആകുമായിരുന്നു. എന്തുകൊണ്ട് ഇ ഡി പോയിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകളിൽ നിന്നും ഒരു പക്ഷേ അതിനുള്ള ഉത്തരവ് കിട്ടിയിട്ടുണ്ടാവില്ല, ഇ ഡി പോയിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പം ഇ ഡി പോയ സമയം വൈകി. കാരണം ചോദ്യം ചെയ്തതുകൊണ്ട് ശശിധരൻ കർത്ത പറയുന്ന കാര്യങ്ങളെല്ലാം നാളെ കോടതിയിൽ പ്രൂവ് ചെയ്തുകൊണ്ട് ശശിധരൻ കർത്തയെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാനോ പോയാൽ കോടതിയിലെത്തുമ്പോൾ ഇതിനാവശ്യമായ തെളിവുകൾ സംഭരിക്കാൻ ഇനി ഇ ഡിക്ക് ആകുമോ എന്നുള്ളത് സംശയമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ കഴിഞ്ഞ ഒരു 3 വർഷം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2ാം ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ ഏകദേശം കേരളത്തിലെ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു 4500 കോടി രൂപയുടെ വിവിധ തരത്തിലുള്ള തട്ടിപ്പുകളും കാര്യങ്ങളും നടന്നിട്ടുണ്ട് മഞ്ജുഷ. അത് കരുവന്നൂർ സഹകരണ സംഘമായാലും മറ്റ് സഹകരണ സംഘങ്ങളായാലും ഇത്തരത്തിലുള്ള KSIDC കേന്ദ്രീകരിച്ചിട്ടായാലും CMRL കേന്ദ്രീകരിച്ചിട്ടായാലും നടന്നിട്ടുണ്ട്. ഇതിലൊക്കെ കൃത്യമായിട്ട് ഈ കള്ളത്തരം ചെയ്തവർ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ സെൻട്രൽ ജയിലുകളുടെ വ്യാപ്തി ഇന്നത്തേതിൻ്റെ 4 ഇരട്ടി വർദ്ധിപ്പിക്കേണ്ട അവസ്ഥയിലാണ്. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ കുറ്റം ചെയ്തവരും തട്ടിപ്പ് നടത്തിയവരും ഇവിടെ പുറത്ത് അവർ മുൻപ് ജീവിച്ചിരുന്നത് എങ്ങനെയാണോ അതുപോലെ ജീവിക്കുമ്പോൾ തട്ടിപ്പിനിരയായവരെ നീതി കിട്ടാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങുകയാണ്, കോടതിയിൽ പോകുന്നു, അവിടെ നിന്ന് ഇപ്പോൾ പ്രതികൂലമായിട്ടുള്ള പരാമർശങ്ങൾ വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്തുകൊണ്ട് നാളെ വീണ വിജയനിലേക്ക് ഈ കേസ് എത്തുമെന്നുള്ള പ്രതീക്ഷ പൂർണ്ണമായിട്ട് എനിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ വേണമെങ്കിൽ ഇ ഡിക്ക് ഇനിയും വെയിറ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ ശശിധരൻ